ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിലാണ്. മലപ്പുറം ജില്ലയിൽ 20 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത്. മലപ്പുറം മങ്കടയിൽ മരിച്ച 18-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ രോഗികളുടെ റൂട്ട് മാപ്പ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേരാണ് ഉള്ളത്. മലപ്പുറത്ത് 211 പേരും, പാലക്കാട് 91 പേരും, കോഴിക്കോട് 43 പേരുമാണ് പട്ടികയിൽ ഉള്ളത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയിലാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാനമുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്? ഈ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ തിരിച്ചിട്ടുണ്ട്, സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെയൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഈ 3 ജില്ലകളിലായിട്ടാണ് നിപ്പയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇത് ആരോഗ്യ പ്രവർത്തകരാണ് അവിടെ കൂടുതലായിട്ടും ഈ ഒരു നിപ്പ ജാഗ്രതയുടെ ഭാഗമായിട്ട് ഐസൊലേഷനിൽ പോയിരിക്കുന്നത്. പക്ഷെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ 3 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിലാണ് ഈ ഒരു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് എത്ര പേർ ഈ ഒരു രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലായിട്ടുണ്ട് എന്ന കാര്യങ്ങളിലടക്കമുള്ള ഒരു വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് മരിച്ച 18-കാരിയുടെ റൂട്ട് മാപ്പും ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ കുട്ടി 23-ാം തീയതിയാണ് ഈ കുട്ടിക്ക് ആദ്യം അസുഖം, പനി, തലവേദനയൊക്കെ കാണുന്നത്. തുടർന്ന് 24-ാം തീയതി വീട്ടിൽ പനിക്ക് സ്വയം ചികിത്സ നൽകുന്നു. 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ പോകുന്നത്. അത് മക്കരപ്പറമ്പിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. 26-ാം തീയതി ആ കുട്ടിയെ മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് അന്ന് തന്നെ കോട്ടക്കിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 26-ാം തീയതി മിംസിൽ അഡ്മിറ്റായ ഈ കുട്ടിയെ 28-ാം തീയതിയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ഓരോ ദിവസത്തെ റൂട്ട് മാപ്പ് അടക്കമാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 21-ാം തീയതിയാണ് കുട്ടി മരിക്കുന്നത്. 2-ാം തീയതിയാണ് ഈ കുട്ടിയുടെ സംസ്കാരം ഉണ്ട്. അതിനുശേഷമാണ് ഈ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചുള്ള വിവരം തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരടക്കം ഒരു ജാഗ്രതയുടെ ഭാഗമായി ക്വാറന്റൈനിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയും അധികം സ്ഥലങ്ങളിലും ഇത്രയും അധികം ആളുകളിലും ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിലെ നാട്ടുകളിലാണ് ഈ യുവതിയുടെ സ്വദേശം. ഈ നാട്ടുകളിലെ തച്ചനാട്ടുകര മേഖലയിലെ ആളുകൾ തന്നെ ഈ ആരോഗ്യവകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ വവ്വാലുകൾ ഈ യുവതിയുടെ വീടിന് പരിസരത്ത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടും അത് ആരോഗ്യവകുപ്പ് ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. ഇന്നിനി കൂടുതൽ നിർദ്ദേശങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മങ്കടയിലെ യുവതിയുടെ സമ്പർക്ക പട്ടിക കുറെ കൂടി വ്യക്തമായിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാണെങ്കിലും അതീവ ജാഗ്രതയിലാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ഒരു പ്രദേശം മുഴുവനായിട്ടും. അതോടൊപ്പം ഈ യുവതിയുമായി ഇവർക്ക് ചികിത്സ നൽകിയത് കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധരും ഇതിനോടൊപ്പം തന്നെ ക്വാറന്റൈനിലാണുള്ളത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.